ഇന്ന് വെസ്ബർഗ് ദുബായിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. അതായത് 2 മന്ത് കോഴ്സും 1 മന്ത് ഇൻറ്റേൺഷിപ്പുമാണ് വെസ്ബർഗ് ദുബായ് കൊടുക്കുന്നത്. അതിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഹൈലി പെയ്ഡ്, ബേസിക് ആയിട്ട് തന്നെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ദുബായ് എന്ന് പറയുന്നത്. അതായത് അവർ മിനിമം സാലറി, ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ChatGPT എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മിനിമം സാലറി, ബേസിക് സാലറി പറഞ്ഞാൽ 4,000 to 8,000 ദിർഹമാണ് ദുബായിൽ കൊടുക്കുന്നത്. അത് ഇന്ത്യയിൽ കൊടുക്കുന്നത് 10,000, 8,000 അല്ലെങ്കിൽ 6,000. ഈവൺ പിന്നെ ഇന്റേൺഷിപ്പിലൊക്കെ സത്യം പറഞ്ഞാൽ നോട്ട് പെയ്ഡ് എന്നാണ് പറയാം. അത്രയും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ, അത്രയും ലോ ആയിട്ടാണ് ഒരു പേയ്മെൻറ്റ് കൊടുക്കണം, ഒരു സാലറി കൊടുക്കണം. പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പോൾ, ദുബായിൽ കമ്പയർ ചെയ്യുമ്പോൾ 4,000 to 8,000 ആണ് ബേസിക് സാലറി വരുന്നത്. ദിർഹംസ് ആണ് വരുന്നത്. അതായത് നാട്ടിൽ 1 lakh to 2 lakh ആണ് ആവറേജ് സാലറി വരുന്നത്. അതൊരു 2 year എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളുകളാണെന്നുണ്ടെങ്കിൽ 8,000 to 20,000 നമുക്ക് അവിടെ സാലറി ഉണ്ട്. ഞാനിത് ലൈവ് എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയുന്നത്. നിങ്ങൾക്ക് ലൈവ് ടെസ്റ്റിമോണി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു ChatGPT ഇട്ട് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു സാലറി പാക്കേജാണ് എന്ത് 8,000 to 2 year എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിന് 8,000 to 20,000 വരെ കിട്ടണം. അതായത് 2 lakh to 4.5 lakh വരെ സാലറി ഒരു 2 year എക്സ്പീരിയൻസ്, ദുബായ് എക്സ്പീരിയൻസ് തന്നെ വേണം കേട്ടോ, സാലറി കിട്ടും എന്നുള്ളതാണ് സത്യം. പിന്നെ അതിൻ്റെ ഈവൺ ഒരു സീനിയർ മാനേജർ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡയറക്ടറൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ സാലറി വരുന്നത് 30,000 to 50,000 ദിർഹമാണ്. അതായത് ഇവിടുത്തെ ഒരു 7 lakh to 12 lakh വരെ സാലറി വരുന്നുണ്ട്. അങ്ങനെ ഒരു സാലറി ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈവൺ ഡയറക്ടർ ആയാൽ പോലും 5 to 10 year അല്ലെങ്കിൽ ഈവൺ 15 year ആയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിൽ അങ്ങനെ ഒരു സാലറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും കഴിയില്ല. എന്ന് വെച്ചാൽ ഇവിടേക്ക് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ 10,000 ആണ്, അല്ലെങ്കിൽ 8,000 ആണ്. പിന്നെ 12,000 ആയി, 15,000 ആയി, 20,000, മാക്സിമം പോയ ഒരു 40, 50, 60,000. ഇനി അത് അത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വലിയൊരു ലെവലുള്ള ഒരാളുകൾക്ക് 1 lakh വരെ മാക്സിമം സാലറി പോകും. പക്ഷേ ദുബായിൽ അത് ബേസിക് സാലറിയാണ്. അതൊരു 10 year എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ഒരാൾക്ക് ദുബായിൽ കിട്ടുന്നത് അത് ബേസിക് സാലറി 4,000 എന്നാണ്, 1 lakh എന്ന് പറഞ്ഞാൽ ബേസിക് സാലറി. അതാണ് ദുബായിൻ്റെ മാറ്റം. അപ്പോൾ പക്ഷേ ദുബായിലൊരു ഡിമാൻഡ് എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ദുബായിൽ പഠിച്ച സ്റ്റുഡൻ്റ് ആവണം എന്നാണ്. ഇന്ത്യയിൽ പഠിച്ച സ്റ്റുഡൻസോ ഇന്ത്യയിലെ എക്സ്പീരിയൻസോ ദുബായിൽ കൂട്ടണില്ല. അപ്പോൾ ഇന്ത്യയിലെ എക്സ്പീരിയൻസേ കൂട്ടണില്ല. അപ്പോൾ അത് ദുബായിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ദുബായിൽ എക്സ്പീരിയൻസ് ആണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ദുബായിൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, മിനിമം സാലറി അത് കിട്ടും. അതുകൊണ്ടാണ് വെസ്ബർഗ് എന്ത് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ്ലി ദുബായിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻസ് കൊടുക്കുന്നതും. അത് ലൈവ് എക്സാമ്പിൾ. അതായത് ഇന്ന് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ദുബായ് പോലുള്ള ചെറിയൊരു മാർക്കറ്റ്, അതായത് ചെറിയൊരു എമിറേറ്റ്സിലാണ് എന്ത് 14,000 crore ആണ് എന്തുണ്ട് ഈ ഒരു കമ്പനീസൊക്കെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ സ്പെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ മാർക്കറ്റാണ്. മാത്രമല്ല അത് എക്സാമ്പിൾ ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ആണെങ്കിൽ പറയും, ഇന്ന് വേൾഡിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റ്, ബില്യൺസിൻ്റെ മാർക്കറ്റാണ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇവരൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെയാണ്. വേറൊരു മീഡിയ അവർക്ക് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു കേരളത്തിലൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് മീഡിയാസ് അവൈലബിൾ ആണ്. പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പുറമെ തന്നെ എന്തുണ്ട്, നമുക്ക് റേഡിയോസ്, അതുപോലെ TV ഷോസ്, പിന്നെ അതുപോലെ ഹോർഡിങ്സ്, തിയേറ്റർ മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് ആയിട്ട് വൈഡായിട്ട് സ്പെൻഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പാട്ട് മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. പക്ഷേ അവിടെ എംപ്ലോയീസ് സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. ദുബായിൽ പോലുള്ള ദമാക്ക്, പിന്നെ അതുപോലെ ഇമാർ പോലുള്ള വലിയ പിന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇവിടെ വരുന്നില്ല. കോടിക്കണക്കിന് റുപ്യ, ബില്യൺസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുന്നില്ല. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ അവർ പല ഏരിയയിലാണ് സ്പെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ദുബായ് വരുമ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് മേഖലകൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കുള്ള ഒരേ ഒരു മീഡിയ എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. മനസ്സിലായി? അപ്പോൾ അതിൽ അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് തന്നെ വേണ്ടത് അല്ലേ. അപ്പോൾ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് അവർ ദുബായിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ തന്നെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഹൈ പാക്കേജും മിനിമം പാക്കേജും ആവറേജ് പാക്കേജും ഹൈ ആയിട്ട് വരാനുള്ള ചാൻസും. അപ്പോൾ നമ്മൾ പറയാനുള്ളൊരു സത്യം പറഞ്ഞാൽ, പഠിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ദുബായിൽ പോയിട്ട് പഠിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് ഡാറ്റ അവിടെ ഹയർ ചെയ്തിട്ടും പ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. വെറുതെ ഇവിടെ നിന്നിട്ട് കുറേ സ്പെൻഡ് ചെയ്ത് കുറേ ടൈം കളഞ്ഞിട്ട് ചിലപ്പോൾ ഫീസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു വെസ്ബർഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ അതേ ഫീസാണ് എന്ത് ചെയ്യുന്നത് ദുബായിലും. ചില ആളുകൾ നോക്കുമ്പോൾ, അതായത് ചില ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഫേമുകൾ നോക്കുമ്പോൾ അവരുടെ ഫീസിനേക്കാളും കുറവാണ് നമ്മൾ ദുബായിൽ പഠിക്കുന്ന ഫീസ്. അതാണ് അത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മലബാറിലെ സ്റ്റുഡൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. കാരണം ഈ ഒരു ലെവലിൽ നമ്മൾ വെസ്ബർഗ് സത്യം പറഞ്ഞാൽ കുറേ സ്കോളർഷിപ്പും ബേസ് ചെയ്തിട്ടൊക്കെ മലബാറിലെ സ്റ്റുഡൻസിന് ഡെവലപ്പ് ചെയ്ത ഒരു ഫീസ് സ്ട്രക്ചറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നത്. ബാക്കിയുള്ള കോഴ്സ് പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ഏറ്റവും ചീപ്പായിട്ട് നല്ലൊരു ഫെയർ ആയിട്ടുള്ള പ്രൈസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ അത്ര വേക്കൻസീസ് ഉണ്ട്. ഇത് മാക്സിമം നമ്മളെ കേരളത്തിലെ സ്റ്റുഡൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സംഗതി കൊടുക്കണം. അപ്പോൾ ഇത് മാക്സിമം നമ്മൾ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, മാക്സിമം ഈ ഒരു ചാൻസ് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ദുബായിലേക്ക് ഒരു 3 month കോഴ്സ്
കോഴ്സേ ഉള്ളൂ, ചെറിയ ഫീസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്ത് നിങ്ങൾ പ്ലേസ്ഡ് ആവുക. നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു കോഴ്സൊക്കെ ചെയ്തിട്ട് കുറേ വിസിറ്റിംഗ് വിസയൊക്കെ നടന്ന് കുറേ ജോബും തപ്പി നടക്കുന്നതിന് പകരം അത് ഒരു തപ്പാൻ തന്നെ ഒരു 2-3 ലക്ഷം റുപ്യ വരും. അതിലും കുറഞ്ഞ ഫീസാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചാർജ് ചെയ്യണുള്ളൂ ഒരു ഫീസായിട്ട്, സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ ടൈമിൽ നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് ചാൻസസ് ഒന്നും ഇല്ല, കാരണം വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രമേ നമുക്ക് ദുബായിക്ക് എടുക്കണുള്ളൂ. അതിൽ നിങ്ങളൊരു ഈ ഒരു ഇയറിൽ മാക്സിമം ഇത് നമ്മളെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു പ്ലേസ്മെൻറ്റ് ഇതിലേക്കൊക്കെ കയറുക എന്നുള്ളതാണ്. ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ പഠിപ്പിക്കുന്ന അതേ കാര്യങ്ങൾ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ദുബായിൽ ഉണ്ടെങ്കിലും ഇവിടെ പഠിക്കുന്ന ആൾക്കാർക്ക് അവിടേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസമാണ്. എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ ഒക്കെ എല്ലാം സോഷ്യൽ മീഡിയയിലുള്ള പ്ലാറ്റ്ഫോമുകളാണെങ്കിലും ഇതിൻ്റെയൊക്കെ പ്രവർത്തന രീതി വ്യത്യാസമുണ്ട്. ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ റീച്ച് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു മെറ്റ, പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാം, ഇതൊക്കെയാണ് കൂടുതൽ യങ്സ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ലിങ്ക്ഡിൻ ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അവിടുത്തെ കുറച്ച് രീതികൾ വ്യത്യാസമുണ്ട്. അതായത് തലാബാത്ത്, കരീം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ ഒക്കെ ഉള്ള ഒരു ട്രെയിനിങ്ങും കിട്ടാതെ ഇവിടുന്ന് നമ്മൾ പഠിച്ചു പോയിട്ട് അവിടെ കാര്യമില്ല. അവിടുത്തെ മാർക്കറ്റ് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. ചെറിയ ഡിഫറൻസസ് ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതികളല്ല അവിടുത്തെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതികൾ. അപ്പൊ ഈ ഒരു സെക്ടറിലുള്ള ഈ ഒരു രാജ്യത്തിന്റെ ഡിഫറൻസസ് മനസ്സിലാക്കാതെ അങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പാണ് ഇവരെ മാറ്റി നിർത്താനുള്ള കാരണം. എംപ്ലോയേഴ്സ് എംപ്ലോയികളെ മാറ്റി നിർത്തുന്നതിനുള്ള ഒരു പ്രധാന കാരണം. പിന്നെ മാത്രമല്ല ഇവർക്ക് ഇപ്പോൾ എം സാർ പറഞ്ഞ പോലെ നമുക്ക് ഈ കുട്ടികൾ മാർക്കറ്റിനെ കുറച്ചും കൂടെ ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ഡെഫിനറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റേൺഷിപ്പ് കോഴ്സിന്റെ ഭാഗമാണ്. ദുബായ് മാർക്കറ്റിൽ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ദുബായ് മാർക്കറ്റ് ഒരു പഠിക്കാണ്, കോഴ്സിന്റെ കൂടെ തന്നെ അവർ പഠിച്ചിട്ട് ഇറങ്ങാണ്. അപ്പൊ ഈ കുട്ടികൾ കാലിബർ ആണെങ്കിൽ ഇന്റേൺഷിപ്പിന് തന്നെ അവർക്ക് പേയ്മെന്റ് ഉണ്ട്. ആ ഒരു മാർക്കറ്റിലുള്ള ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം പേയ്മെന്റ് ഇല്ലാതെ കഷ്ടപ്പെട്ട് അപ്പൊ നാട്ടില് പഠിക്കാൻ ഇവിടെ തന്നെ വലിയ ഫീസുകളാണ് പലരും മേടിക്കുന്നത്. പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഇല്ല. അപ്പം നമ്മൾ കുറച്ചും കൂടെ ചെയ്യുന്നത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുമാണ്. പിന്നെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടും. കുട്ടികൾ പഠിച്ചത് എവിടെയാണ്? ദുബായിലാണ്. സ്വാഭാവികമായിട്ട് ഒരു സാലറി നെഗോഷിയേഷനിൽ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്. അതായത് പഠനം മാത്രമല്ലല്ലോ, ഇന്റേൺഷിപ്പ് അടക്കം അവിടെ തന്നെയാണല്ലോ കഴിയുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയി. മുന്നേക്ക് കാൻഡിഡേറ്റ് പോകുമ്പോൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ്, അതായത് ദുബായ് എക്സ്പീരിയൻസ് ഒരു കാൻഡിഡേറ്റ് ആണ്. അതാണ് പോയിന്റ്. കാരണം വെച്ചാൽ ദുബായിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ദുബായിൽ പോകണമെന്നെങ്കിലും ആ ഫസ്റ്റ് തന്നെ ചോദിക്കണം ദുബായ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കണേ, അല്ലേ? ദുബായ് എക്സ്പീരിയൻസ് ഒരു 6 മാസം ഉണ്ടെങ്കിൽ അവൻ ജോബ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഫ്രഷറാണ്, ഇവിടെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു 3 മാസം അവിടെ പഠിക്കണം, ഇന്റേൺഷിപ്പും ചെയ്ത് പഠിക്കണം. അപ്പോൾ ദുബായ് എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിക്കും. അവർ ഓൾറെഡി ദുബായ് എക്സ്പീരിയൻസും കൊണ്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ഇതാണ് ജിസിസിന്റെ എക്സ്പീരിയൻസ് വേണം. അല്ലാതെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ട് ഇനി ഏത് മേഖലയിലാണെങ്കിലും അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. ആ ഒരു എക്സ്പീരിയൻസിന്റെ വാല്യൂ അവിടെ നമുക്ക് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് സംഭവം. ഏത് മേഖലയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. അത് ദുബായ് എക്സ്പീരിയൻസ് എന്നുള്ള അവർ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. അത് മെയിനായി ദുബായ് ചെല്ലുമ്പോൾ ദുബായ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് തന്നെ ചോദിക്കുക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കേസ് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞത്. കാരണം ഇപ്പോൾ ഒരു കേരളത്തിൽ ചെയ്യുന്ന ഒരാൾ എപ്പോഴും ഒരു മലയാളത്തിലാണ് എപ്പോഴും കൂടുതൽ കണ്ടന്റും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ അതാണ് ഇവിടെ റീച്ച് ആവുക. പക്ഷെ അത് ദുബായിൽ എത്തുമ്പോൾ എന്താ വെച്ചാൽ അത് ലാംഗ്വേജിന് ഡിഫറെൻ്റ് ആണ്. ഇംഗ്ലീഷ് പിന്നെ കുറച്ച് അറബി അങ്ങനെയൊക്കെ ആയിട്ട് പോകും. മെയിനായിട്ട് ഇംഗ്ലീഷാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വലിയ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ. കണ്ടന്റ് വലിയ കമ്പനികളെ ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യണമെങ്കിലും സ്വാഭാവികമായിട്ട് ഇവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണുണ്ട് കേട്ടോ. ഈ 3 മാസത്തിൽ നന്നായിട്ട് അവരെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ 3 മാസത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പഠിക്കുന്ന നോളജ് വില്ലേജിലാണ്. അപ്പോൾ ഒരുപാട് ഫോറിൻ സ്റ്റുഡൻസിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവർ പഠിക്കുന്നത്. ഒരു 3 മാസം കൊണ്ട് ഇവർ ഇംഗ്ലീഷ് അത്രയും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത്രയും ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഡെവലപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ സ്റ്റഡീസ് ലൈവ് എക്സാമ്പിൾ ദുബായിലും പഠിക്കുകയാണ്. ഇതെല്ലാം കൂടി ആകുമ്പോൾ എന്ത് ചെയ്യാണ്, ഇവർ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്ററായി ദുബായ്ക്ക് വേണ്ട ഒരാളെ ആയി മാറുകയാണ് ചെയ്യണത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ UAE ഒക്കെ തമ്മിലുള്ള ഈ ഒരു ഡിജിറ്റൽ ഇന്റർനെറ്റിന്റെ പെനിട്രേഷന്റെ ഒരു റേറ്റ് ഒക്കെ ഡിഫറൻസസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങളാകെ 70-75% പേര് ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അവിടെ 98% to 100% ഓൾമോസ്റ്റ് എല്ലാവരും UAE യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് അവർ അത്രയും കൂടുതൽ ഇതിൽ ഇന്റർനെറ്റിൽ ഡിപ്പെൻഡൻ്റ് ആവുക. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ആളുകളെല്ലാവരും ഈവൻ വലിയ ഡെവലപ്പേഴ്സ് പോലും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് ഓൺലൈൻ മാർക്കറ്റിംഗ് ഇതിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്.